Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. So hey hackers, welcome back. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നെറ്റ്വർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. കുറച്ചുകൂടി തിയറി പാർട്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി പ്രാക്ടിക്കൽസ് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നെറ്റ്വർക്കിംഗ് ഒരു ബേസിക് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. സോ നെറ്റ്വർക്കിനെ കുറിച്ച് കംപ്ലീറ്റ്ലി പഠിക്കുന്ന ഈ സീരീസിൻ്റെ അകത്തേക്ക് എല്ലാവർക്കും വെൽക്കം. ഇത് നമ്മുടെ തേർഡ് വീഡിയോ ആണ്. സോ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ OSI ആർക്കിടെക്ചറും കാര്യങ്ങളോ പറഞ്ഞത്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എടുക്കുന്നത്. ആൻഡ് ആൾസോ വൺ മോർ തിങ് എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ അങ്ങനെ ഒഫീഷ്യലി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ടുണ്ട്. എൻ്റെ കോൺവക്കേഷൻ കഴിഞ്ഞായിരുന്നു. സോ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് ട്രാൻസ്പോർട്ട് ലെയറിനെ പറ്റി സംസാരിക്കാം. സോ ബേസിക്കലി ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് ഡെലിവറി ഓഫ് മെസ്സേജസിനെയാണ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ഓരോ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നത്, ഒരു സെൻഡർ എന്ത് ചെയ്യുന്നു, ഒരു റിസീവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഈ പറയുന്ന ട്രാൻസ്ഫറിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയർ. അതായത് നമ്മളെല്ലാം പാക്ക് ചെയ്ത് സെഷൻസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡേറ്റയെ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് എത്തിക്കണമല്ലോ. സോ ഈ ഒരു ട്രാൻസ്പോർട്ട് നോക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ലെയറിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ ഈ എന്തുകൊണ്ട് നമ്മൾ രണ്ട് പ്രോട്ടോകോൾസിനെ പറ്റി സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, TCP ഈസ് ബേസിക്കലി ഫോക്കസിങ് ഓൺ റിലയബിലിറ്റി ആൻഡ് സ്ലോ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്പാരിറ്റീവ്ലി ഒരു സ്ലോവർ കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ TCP പ്രൊവൈഡ് ചെയ്യുക. ബട്ട് TCP എന്ന് പറയുന്നത് വളരെ റിലയബിൾ ആണ്. നമ്മൾ ഒരു സാധനം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷുവർ ആയിട്ട് എന്ത് ചെയ്തിരിക്കും, അപ്പുറത്തെ റിസീവറിന് വേറെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്തിരിക്കും, ഈ പറയുന്ന ഡേറ്റാസ് അവിടെ എത്തിയിരിക്കും. അത് കൺഫേം ആണ്. ഓക്കെ, അതാണ് നമ്മൾ റിലയബിലിറ്റിയോടെ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് എന്താണ്, കുറച്ച് സ്ലോ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് TCP എന്ന് പറയുന്നത്. സെയിം ടൈം UDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന പോലെ ഒരുപാട് കണക്ഷൻ ഓറിയന്റഡ് കാര്യങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ സെൻഡ് ചെയ്യുക, അവിടെ എത്തിയാൽ എത്തി, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നമുക്ക് ചോദ്യം വരും, എന്തുകൊണ്ടാണ് TCP എന്ന് പറയുന്ന റിലയബിൾ ആണ് നമ്മൾ പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. കൺസിഡർ ഇതാണ് സെൻഡർ ആൻഡ് ഇതാണ് റിസീവർ. നമ്മൾ പറയുന്നത് TCP ഹാൻഡ് ഷേക്ക് ആണ്. ഇതിൻ്റെ അകത്ത് തന്നെ TCP 3-way ഹാൻഡ് ഷേക്ക് ആണ് പോസിബിൾ ആക്കുന്നത്. ഓക്കെ, സോ എന്താണ് 3-way ഹാൻഡ് ഷേക്ക് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ കറന്റ് ഇവിടെ എന്ത് ചെയ്യും, സെൻഡർ ടു റിസീവർ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യും. ഈ പാക്കറ്റിന് പറയുന്ന പേരാണ് സിൻ പാക്കറ്റ് എന്ന് പറയും. ഓക്കെ, സിൻ മീൻസ് സിനാപ്സ് പാക്കറ്റ് എന്ന് നമ്മൾ കോമൺലി പറയാം. സോ ഇവിടെ നിന്ന് ഫസ്റ്റിൽ എന്ത് ചെയ്യും, ഒരു സിൻ പാക്കറ്റിനെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. കൺസിഡർ ഇവിടുത്തെ ഒരു പാക്കറ്റ്, ജസ്റ്റ് ഒരു ചെറിയ പാക്കറ്റ്. സോ ഈ സിൻ പാക്കറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന റിസീവർ അവിടെ അവൈലബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് സിൻ പാക്കറ്റ് ചെയ്യുക. അതിനുശേഷം സിൻ പാക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവർ തിരിച്ചൊരു പാക്കറ്റ് സെൻഡ് ചെയ്യും. ഈ പാക്കറ്റ് എന്ന് പറയുന്നത് അക്നോളജ്മെന്റ് എന്ന് പറയുന്ന പാക്കറ്റാണ്. ഈ അക്നോളജ്മെന്റ് എന്ന് പറയുന്ന പാക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അയച്ച സിൻ പാക്കറ്റ് ഉണ്ടല്ലോ, അതിനുള്ള ആൻസർ ആണ് ഈ അക്നോളജ്മെന്റ്. അതായത് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് റിസീവർ പറയുകയാണ് എന്ത് ചെയ്യുന്നത്, അക്നോളജ്മെന്റ് ത്രൂ പറയുന്നത്. ദെൻ റിസീവർ തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കും, താങ്കൾ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അതാണ് ഏത്, രണ്ടാമത്തെ സിൻ പാക്കറ്റ്. അപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റ് സെൻഡർ ഒരു സിൻ പാക്കറ്റ് അയച്ചു, അപ്പോൾ റിസീവർ എന്ത് ചെയ്തു, ഒരു അക്നോളജ്മെന്റും കൂടെ ഇവിടെ തിരിച്ച് ആൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ആൾ ഇപ്പോഴും അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടി ഒരു സിൻ പാക്കറ്റ് കൂടി തിരിച്ചയച്ചു. സോ ഇതിവിടെ റിസീവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു സിൻ പാക്കറ്റ് സെൻഡ് ചെയ്തു, അതിന്റെ അക്നോളജ്മെന്റ് വന്നു. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടെ അഡീഷണലി ഒരു സിൻ പാക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. സോ ഈ സിൻ പാക്കറ്റ് നമ്മൾ ആൻസർ ചെയ്യണ്ടേ. അപ്പോൾ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, സെൻഡർ തിരിച്ച് വീണ്ടും ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യും. അതാണ് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്നോളജ്മെന്റ് പാക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് തവണ ഇന്റർചേഞ്ച് നടക്കുന്നതിനാണ് പറ്റും. ഇത് ഫസ്റ്റ് ടൈം 3-way ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. സോ TCP എന്ത് ഹാൻഡ് ഷേക്ക് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറയുക, എന്ത് ടൈപ്പ് ഓഫ് ഹാൻഡ് ഷേക്ക് ആണ് യൂസ് ചെയ്യുക, 3-way ഹാൻഡ് ഷേക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ബേസിക് കോമൺ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത് ഇത്രയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തായിരിക്കും, TCP എന്ന് പറയുന്നത് കുറച്ചൊരു tedious ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും, കുറച്ചൊരു ലാഗ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന UDP പോലെ അത്ര ഈസി അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിരിക്കില്ല. ഓക്കെ, സോ UDP എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, UDP ജസ്റ്റ് ഇവിടെ സെൻറ്ററിന് എന്ത് ചെയ്യും, ഡേറ്റാസ് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് പോകും. അതെന്ത് ചെയ്യും, അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. ഈ കോൺസെപ്റ്റ് എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻട്രൽ റിസീവർ കോൺസെപ്റ്റ് നമ്മൾ ചാറ്റിങ്ങിനും ബാക്കി കാര്യങ്ങളിലൊക്കെയാണ് മെയിൻലി യൂസ് ചെയ്യുക. കുറച്ചുകൂടെ സെക്യൂർഡ് മെത്തേഡാണ്. UDP നമ്മൾ വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾ ചില സമയത്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ കോൾ ചെയ്യുന്ന ടൈമിൽ കട്ടായി പോയി, ജസ്റ്റ് ആ കട്ടായി പോയ പാക്കറ്റ് പിന്നെ നമുക്ക് വീണ്ടും കേൾക്കാനായിട്ട് പറ്റില്ല. ദെൻ അടുത്ത നമ്മൾ കേൾക്കുന്നത് കട്ടായതിന്റെ ബാക്കി പാർട്ടായിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ UDP പ്രോട്ടോകോളിൽ വർക്ക് ആവുന്നതുകൊണ്ടാണ്. എന്ത് ചെയ്യും, ഈ സാധനം ഇവിടെ എത്തത്തില്ല, ഇത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പാക്കറ്റ് അതിന് മുമ്പേ റീച്ച് ചെയ്യുകയാണെങ്കിൽ ആ പാക്കറ്റിനെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോസസ്സ് വർക്ക് ചെയ്യുക. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ലെയർ നോക്കാം, വിച്ച് ഈസ് കോൾഡ് ആസ് നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെയർ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു നെറ്റ്വർക്കിൽ കൂടി എങ്ങനെ മൂവ് ചെയ്യണം. നമ്മൾ പറഞ്ഞു TCP UDP എന്നൊക്കെ പറയുന്ന ഓരോ പ്രോട്ടോകോൾസ് ആണ്. ഇതിനെന്ത് ചെയ്യാം, നമുക്ക് റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അതല്ലാതെ ഇത് ഏത് വഴി മൂവ് ചെയ്യണം, എങ്ങനെ മൂവ് ചെയ്യണം, ഏത് രീതിയിൽ മൂവ് ചെയ്യണം, ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ലെയറാണ് ശരിക്കും പറഞ്ഞാൽ ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയാം. സോ നെറ്റ്വർക്ക് ലെയറിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഈ പറയുന്ന പോലെ പാക്കറ്റിനെ എന്ത് ചെയ്യുന്നു, റൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഏതിന്റെ ജോലി, നെറ്റ്വർക്ക് ലെയറിന്റെ ജോലി. സോ നെറ്റ്വർക്ക് ലെയറിന്റെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്നത് അതിന്റെ ലോജിക്കൽ അഡ്രസ്സിങ്ങും ആൻഡ് പാത്ത് ഫൈൻഡിങ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ് ആണ്. ലോജിക്കൽ അഡ്രസ്സിംഗ് മീൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നു എന്താ ഭയങ്കര സംഭവം ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന IP അഡ്രസ്സിന്റെ കേസ്. സോ എന്ത് ചെയ്യുന്നു, ഒരു യുണീക്ക് IP അഡ്രസ്സ് കൊടുക്കുക എന്ന് പറയുന്ന ആരുടെ ജോലിയാണ്, നമ്മുടെ നെറ്റ്വർക്ക് ലെയറിന്റെ ജോലിയാണ്. സെൻഡറിനും റിസീവിനെയും യൂണീക്ലി ഐഡന്റിഫൈ ആയിട്ടുള്ള IP അഡ്രസ്സ് കൊടുക്കുന്ന ആരുടെ ജോലിയാണ്, നെറ്റ്വർക്ക് ലെയറിന്റെ ജോലിയാണ്. അതേപോലെ തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കുന്നു, ഫിസിക്കൽ പാത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഒരു ഫിസിക്കൽ പാത്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിന്റെ ഒരു പാത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ആരുടെ ജോലിയാണ്, നമ്മുടെ നെറ്റ്വർക്ക് ലെയറിന്റെ ജോലിയാണ്. സോ ഇത്ര മാത്രമേ നെറ്റ്വർക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ളൂ. വേറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനാണെങ്കിൽ ഇതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. സോ ഒരു കോൺസെപ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സോ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു, നമുക്കിപ്പോൾ ഈ ഡിവൈസിൽ നിന്നുകൊണ്ട്, ഇതാണ് നമ്മുടെ ഡിവൈസ്, ഈ ഡിവൈസിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് സെൻഡ് ചെയ്യണം, ഈ പറയുന്ന ഡിവൈസിലോട്ട് ഒരു ഡേറ്റ സെൻഡ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് രണ്ട് പാത്ത് അവൈലബിൾ ആണ്. ഈ റൗട്ടറിൽ കൂടി നമുക്കൊന്ന് ഇങ്ങനെ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡിവൈസ് സെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സെൻഡ് ചെയ്യാം. സോ ഇതിൽ ഏതാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, അത് കണ്ടുപിടിക്കുന്നതാണ് ആരുടെ ജോലി, ഈ പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിന്റെ ജോബ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ തിയററ്റിക്കലി പറഞ്ഞു വെക്കാം. ഓക്കെ, ഇതിന്റെ അകത്ത് ഒരുപാട് കോൺസെപ്റ്റ്, ഡിജിറ്റൽ അൽഗോരിതം എന്ന് പറഞ്ഞ ഒരുപാട് അൽഗോരിതംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണം, നമ്മൾ ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയർ ആണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ഏതാണോ എഫിഷ്യന്റ് റൂട്ട് അതിനെ ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്, ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയർ ആണ്. ആൾസോ എന്ത്, നമ്മുടെ IP അഡ്രസ്സിന്, ഓരോ ഡിവൈസിനും വേണ്ട IP അഡ്രസ്സിന് അസൈൻ ചെയ്യുന്നത് ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയറിന്റെ ജോബാണ്. സോ നമ്മുടെ നെക്സ്റ്റ് ലെയർ ആണ് ഡേറ്റ ലിങ്ക് ലെയർ അഥവാ DLL എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ഡേറ്റ ലിങ്ക് ലെയറിനെ പറ്റിയൊന്നും നിങ്ങൾ കൂടുതൽ അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യുക, നമ്മൾ ഇനിയിപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിർച്വലിയാണ് ചെയ്തത്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഫിസിക്കലി നമ്മൾ പറഞ്ഞായിരുന്നു വയേഴ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, അത് ത്രൂ ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റണം അല്ലേ. സോ അവിടെ ഒരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു റിലയബിലിറ്റി പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ഡേറ്റ ലിങ്ക് ലെയറിനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് ചെയ്യും, നമ്മുടെ പാക്കറ്റ്സിന്, നമ്മുടെ ഈ പറയുന്ന ഡേറ്റാസിനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കവറൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ബിറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന ലോജിക്കൽ നെറ്റ്വർക്കിന് നമ്മുടെ റിയൽ വേൾഡ് ഹാർഡ്വെയറിലോട്ട് കൺവെർട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ആരുടെ ജോലി, ഡേറ്റ ലിങ്ക് ലെയറിന്റെ ജോലി. സോ നമ്മുടെ ഫൈനൽ ലെയർ ആണ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ കൊണ്ട് വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ കേബിളിൽ കൂടെയാണ് ഈ പറയുന്ന ഡേറ്റാസിനെ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്യുന്നു, അതിനെ ബിറ്റ് സ്ട്രീം ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവെർട്ട് ചെയ്ത് ഈ പറയുന്ന ഡേറ്റാസിനെ സെൻഡിങ് കേബിൾ ടു റിസീവിംഗ് കേബിളിലോട്ട് കണക്ട് ചെയ്ത് അയക്കുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ലെയറിന്റെ ജോബ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ 7 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ 7 ലേയേഴ്സ് ഓഫ് OSI മോഡൽ എന്ന് പറയുന്നത്. ഈ ആർക്കിടെക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ ഈ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന TCP/IP ആർക്കിടെക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഈ സാധനം പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓൾസോ നെറ്റ്വർക്കിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എല്ലാം അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന OSI ആർക്കിടെക്ചറിൻ്റെ അകത്താണ്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു സർഫസിൽ കൂടി ഒന്ന് ജസ്റ്റ് പോയെന്നേ ഉള്ളൂ, ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കടൽ കണക്കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. സോ നിങ്ങൾ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആവാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഒരു എത്തിക്കൽ ഹാക്കറിനെ അത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് നല്ല ഒരു ഇൻഡീഡ് തിങ് തന്നെയാണ്. സോ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ടൈപ്സ് ഓഫ് പാക്കറ്റ് ഹെഡേഴ്സ് ഉണ്ട്, ദെൻ ഈ പറയുന്ന ഫ്രെയിംസ്, സെഗ്മെന്റ്സ്, ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ നമുക്ക് പറയാനായിട്ടുണ്ട്. സോ അത്രയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടൈമില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ എടുക്കാനായിട്ട് പോകുന്ന കണ്ടന്റ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ബേസിക്കലി പറഞ്ഞു തന്നത്. ആൻഡ് പല കോഴ്സുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഡയറക്റ്റ്ലി എടുത്ത് ഓരോ കാര്യങ്ങൾ എടുത്തങ്ങ് പറഞ്ഞു തരും, മാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു തരും. എന്തുകൊണ്ട് അത് നടക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂ പെർസ്പെക്റ്റീവിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അത് എൻ്റെ ചാനലിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് സീരീസ് നോക്കാതിരിക്കാം, ദാറ്റ്സ് അപ് ടു യു. ബട്ട് നോക്കുന്നതാണ് എൻ്റെ ഒപ്പീനിയൻ ഏറ്റവും ബെസ്റ്റ് കാര്യം. നമ്മൾ ഫ്രണ്ടിലോട്ട് വരുന്ന ടൈമിൽ ഞാൻ ഈ പറയുന്ന സാധനം എങ്ങനെ വന്നു എന്ന കാര്യങ്ങളൊന്നും പറയത്തില്ല, ഞാൻ ഇങ്ങനെ പറയും. നമ്മൾ ആ നെറ്റ്വർക്ക് സീരീസിൻ്റെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അത് ചെക്ക് ഔട്ട് ചെയ്യാമെന്ന്. സോ ഇത് ഫണ്ടമെന്റലി കണ്ടുപോവുക. ഇത് എപ്പോഴായാലും നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സെർവർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ പോയാൽ പോലും അവിടെ എല്ലാം തന്നെ എന്ത് അഡ്വാൻറ്റേജ് ഉണ്ട്,
നെറ്റ്വർക്കിംഗ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് IT ഫീൽഡിന്റെ ഏത് പാർട്ടിൽ പോയാലും. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.